4 ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന മന്ദലാംകുന്ന് സയ്യിദ് ഷൈഖുൽ ഹൽറമി തങ്ങളുടെ ഉറൂസ് ദുആ സമ്മേളനത്തോടെ സമാപിച്ചു. മെയ് 30, 31, ജൂൺ 1, 2 തീയതികളിലായിരുന്നു ഉറൂസ് ഷെരീഫ് നടത്തിയത്. ആദ്യ ദിവസം കാലത്ത് മഹലിലെ 7ഓളം മദ്രസകളിലെ വിദ്യാർത്ഥികൾ ഘോഷയാത്രയായി ജാറം അങ്കണത്തിലെത്തി. മുൻ ഖത്തീബ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. മഹല് പ്രസിഡന്റ് AM അലാവുദ്ദീൻ പതാക ഉയർത്തി ചരിത്രഫലകം അനാച്ഛാദനം ചെയ്തു. തുടർന്ന് ഖുർആൻ പാരായണം വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന ഉദ്ഘാടന വേദിയിൽ മഹല്ല് ഖത്തീബ് നിസാർ അഹ്സനി, നബീൽ മന്ദലാംകുന്ന്, സൈനുദ്ദീൻ മന്ദലാംകുന്ന് എന്നിവർ രചിച്ച ഷൈഖ് ഹൽറമി തങ്ങളുടെ ചരിത്രവും ജീവിതവും എന്ന പുസ്തകം പ്രകാശനം നിർവഹിച്ചു. അൻവർ മുഹിദ്ദീൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. 2ാം ദിവസം മന്ദലാംകുന്ന് പള്ളിയിൽ മാസം തോറും നടത്തിവരാറുള്ള മജ്ലിസുന്നൂർ വാർഷിക പരിപാടിയിൽ അൻവർ മുസ്ലിയാർ, വാഹിദ് ബാഖവി, അബ്ദുറഹ്മാൻ ഉസ്താദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അലി ബാഖവി ആറ്റുപുറം മുഖ്യപ്രഭാഷണം നടത്തി. 3ാം ദിവസം വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ മഹലിലെ SSLC +2 പരീക്ഷയിൽ മുഴുവൻ A+ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണം നടത്തിയ പരിപാടി വാഹിദ് ബാഖവി ഉദ്ഘാടനം ചെയ്തു. ഹാഫിൽ അൻവർ തൊടുപുഴ മുഖ്യപ്രഭാഷണം നടത്തി. സമാപന ദിവസമായ ഞായറാഴ്ച സുബഹി നമസ്കാരാനന്തരം മൗലിദ് പാരായണവും 8:30 മുതൽ ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. മഹല്ല് ഖത്തീബ് നിസാർ അഹ്സനി ആദ്യ കിറ്റ് നൽകി ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ആരിഫ് കരിയാടൻ, MK അബൂബക്കർ, MA ഹനീഫ, KM സൈദാലി, KK ഇസ്മായിൽ, TK ഖാദർ തുടങ്ങിയവരുമുണ്ടായി. മഹലിലെ ജാതിമതഭേദമന്യേ എത്തിയ മുഴുവൻ പേർക്കും ഭക്ഷണ വിതരണവും ഉണ്ടായി. തുടർന്ന് നടത്തിയ ദുആ സമ്മേളനത്തിൽ സയ്യിദ് ഫസൽ കോയമത്തങ്ങൾ അൽ ബുഖാരി നേതൃത്വം നൽകിയ വേദിയിൽ നിരവധി പണ്ഡിതന്മാർ പങ്കെടുത്തു. പരിപാടികൾക്ക് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും മജ്ലിസുന്നൂർ കമ്മിറ്റി ഭാരവാഹികളും ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. പാലക്കാട് ഉസ്താദ് ഹുസൈനും സംഘവും നടത്തിയ മുട്ടുമിളിയും ഉണ്ടായിരുന്നു.